السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. നീ പോണീച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക്, ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ പണിയിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം ആളുകൾ കടത്തിന്റെ പ്രയാസത്തിലാണ്. നിങ്ങളെ ദുആ ചെയ്യണേ. മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവര് അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ഷഹീദിന് പോലും പെറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലോ, നീ നൽകല്ലോ. കടം നിന്ന് ഞങ്ങൾ നീ മൗത്താക്കല്ല റബ്ബേ, കടം നിന്ന് ഞങ്ങൾ നീ മൗത്താക്കല്ല റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. ഹാജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ, പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. ഈ മജ്ലിസിനായി ചുട്ടം വെക്കുന്ന ഇതിന്റെ മുഹബ്ബീങ്ങൾ, ഇതിന്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, നമ്മുടെ സയ്യിദീൻ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ വിജയം കൊടുക്കണമല്ലോ. ഈ മജ്ലിസ് കൊണ്ട് അവർക്ക് നീ വിജയം കൊടുക്കണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനം കൊടുക്കണമല്ലോ. അഭിവൃദ്ധി കൊടുക്കണമല്ലോ. പ്രയാസം നീ മാറ്റി കൊടുക്കണമല്ലോ. എടങ്ങേറുകൾ നീ തീർത്ത് കൊടുക്കണമല്ലോ. ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണമല്ലോ. മുസീബത്തുകൾ നീ തീർത്ത് കൊടുക്കണമല്ലോ. ബലാകൾ നീ തീർത്ത് കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആർക്കും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നീ കൊടുക്കല്ല റബ്ബേ, കൊടുക്കല്ല റബ്ബേ, കൊടുക്കല്ല നാഥാ. നീ കാത്തോളണേ അല്ലാഹ്, ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണമല്ലോ, കാത്ത് സംരക്ഷിക്കണമല്ലോ. പവിത്രമാക്കപ്പെട്ട റബീഉൽ ആഖിർ മാസം ഇന്ന് 17 ആണ്. ഇന്ന് 17 ആയി.
വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച പ്രഭാത സമയത്തും റബീഉൽ ആഖിറിന്റെ 17ന്റെ ദിവസത്തിലുമാണ്. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം എന്താണ്? ഇന്നത്തെ പ്രഭാത സമയം ദുആക്ക് വലിയ ഉത്തരം കിട്ടുന്ന സമയമാണ്. വെള്ളിയാഴ്ച ദിവസവും അതിന്റെ പ്രഭാത സമയം ഒരു ദിവസത്തിന്റെ ഏറ്റവും പീക്കായിട്ട്, പീക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഏറ്റവും മഹത്വമാക്കപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഒരു ദിവസത്തിന്റെ സമയം അത് പ്രഭാത സമയമാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു സമയമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഈ ഒരു സമയത്തെ പറ്റിയാണ്. വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്. ആർക്കും, എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഇബാദത്ത് എടുക്കാനും ദിക്റ് ചൊല്ലാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. ആർക്കാണ് അതിന്റെ ഭാഗ്യം കിട്ടുക? അത് ഭാഗ്യവാന്മാർക്ക് മാത്രമാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ധാരാളം ദിക്റുകൾ ചൊല്ലുന്ന നമുക്ക് മാത്രമാണ് അതിന്റെ ഭാഗ്യം കിട്ടുക. നഫീസ നിനക്ക് മാത്രമാണ്, ഖദീജ, ഫാത്തിമ നിനക്ക് മാത്രമാണ് അതിന്റെ ഭാഗ്യം കിട്ടുക. ഈ ഒരു സമയത്ത് ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നമുക്ക് മാത്രമേ കിട്ടൂ. അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തില്ലേ, അത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നത്തെ ദിവസം വലിയ ശ്രേഷ്ഠതയേറിയ ദിവസമാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസം അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. അതിന്റെ പ്രഭാത സമയവും രണ്ടും കൂടി ഒത്തൊരുമിച്ച് വരുമ്പോൾ അത് വലിയ ശ്രേഷ്ഠതയേറും, അതിന് വലിയ ഭംഗിയേറും, അതിനാണെങ്കിലോ വലിയ മഹത്വമേറും. സമയത്ത് നമ്മൾ ചൊല്ലാൻ നിൽക്കുകയാണ്, മജ്‌ലിസിൽ ഇരുന്ന് ചൊല്ലാനിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചൊല്ലുന്നത്? ദിക്റുകൾ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വചനമാണ്. അത് മാത്രമല്ല സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇന്നത്തെ ദിവസത്തിനെയും നമ്മൾ ചൊല്ലുന്ന ദിക്റിനെയും അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് അതുമൂലം നമ്മളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം. അല്ലാഹ് ബുദ്ധിമുട്ടുകൾ നീ തീർന്നു നൽകണം. അല്ലാഹ് എട്ടങ്ങേറുകൾ നീ തീർന്നു നൽകണം. അല്ലാഹ് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ ഉമ്മമാരെ നീ പരീക്ഷിക്കില്ല. അല്ലാഹ് എൻ്റെ സഹോദരിമാരെ നീ പരീക്ഷിക്കില്ല. അല്ലാഹ് എൻ്റെ സഹോദരന്മാരെ നീ പരീക്ഷിക്കില്ല. അല്ലാഹ് ധാരാളം ആളുകളാണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളത്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം കൊടുക്കണം. അല്ലാഹ് അതിന്റെ ലിങ്ക് മറ്റുള്ള ഗ്രൂപ്പിലേക്കും എല്ലാത്തിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മജ്‌ലിസിന്റെ ഒരു പ്രചാരകരായിട്ട് നിങ്ങൾ മാറണം. മജ്‌ലിസ് എങ്ങനെയാണ് വിജയിക്കുക? ഏതു മജ്‌ലിസ് ആയിക്കോട്ടെ, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും വിജയിക്കൽ എങ്ങനെയാണ്? അത് വിജയമായിട്ട്, അത് കത്തിജ്വലിക്കലും അത് വിജയിക്കൽ എങ്ങനെയാണ്? ധാരാളം ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിന്റെ പ്രചാരകർ, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ അതിന്റെ പ്രചാരകരായിട്ട് മാറിയാൽ ആ മജ്‌ലിസ് വിജയിക്കും. ഇല്ലേ? ആണ്. നമ്മളൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സയ്യിദി മജ്‌ലിസിനെ പറ്റി. ദുആക്ക് വലിയ ഉത്തരമുള്ള മജ്‌ലിസാണ്. ഒരു അഹ്ലു ബൈത്ത് നടത്തുന്ന മജ്‌ലിസാണ്. മഹാനായ ജമലുല്ലൈൽ പാപ്പാന്റെ കാവലുള്ള മജ്‌ലിസാണ്. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസാണ്. അങ്ങനെ മജ്‌ലിസിനെ പറ്റി നമ്മൾ വാദോരോധം സംസാരിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളാണ് അതിന്റെ പ്രചാരകർ. ഒരാരെയും ഞാൻ സെക്രട്ടറിയും പ്രസിഡന്റും വലിയൊരു ദർജയിൽ ആരും ഞാൻ ഇരുത്തിയിട്ടില്ല. നിങ്ങളെല്ലാവരും അതിന്റെ പ്രചാരകരാണ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എല്ലാവരും ഈ മജ്‌ലിസിന്റെ പ്രചാരകരാണ്. നിങ്ങളിലുള്ള ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളിലുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മജ്‌ലിസിലേക്ക് ധാരാളം ആളുകൾ പങ്കെടുക്കട്ടെ. അതുമൂലം മജ്‌ലിസിലേക്ക് ധാരാളം ആളുകൾ പങ്കെടുക്കട്ടെ. ധാരാളം ആളുകൾ മജ്‌ലിസിൽ പങ്കെടുത്താൽ ദുആക്ക് വലിയ ഉത്തരണ്ടാകും, ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ടാകും. ആ മജ്‌ലിസിലെ ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ടാകും, ഉത്തരണ്ടാകും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മഹാന്മാരായ ഉപ്പാപ്പമാര്, ജമലുല്ലൈൽ പാപ്പാന്റെ കാവലുള്ള മജ്‌ലിസാണ്, അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസാണ്. എത്ര ആളുകളാണ് സന്തോഷങ്ങൾ അറിയിക്കുന്നത്.
തങ്ങളെ എൻ്റെ പ്രയാസങ്ങൾ മജ്‌ലിസിൽ പങ്കെടുത്തതുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ മാറി, എൻ്റെ രോഗങ്ങൾ ശിഫയായി, എൻ്റെ ഇടങ്ങേറുകൾ തീർന്നു, മകൾക്ക് ഹൈറായ ജോലി കിട്ടി. അതായിരുന്നു എൻ്റെ നേർച്ച. ഞാനൊരു സംഖ്യ നേർച്ച വെക്കുകയും മജ്‌ലിസിനോട് ഇരിക്കുകയും ചെയ്തു. ഹൈറായ ജോലി പ്രവേശിച്ചു, ഹൈറായ ഇണയെ കിട്ടി. എത്ര ആളുകളാണ് ഞാൻ ഓരോന്ന് വായിക്കായിട്ടാണ്. അതിനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ധാരാളം കേസുകൾ, ഹോസ്പിറ്റലിൽ പോലും കൈയൊഴിഞ്ഞ കേസ്. എടുത്ത് ഒരു കുട്ടി, 2 വയസ്സായിട്ടുള്ളൊരു കുട്ടി ചെറിയൊരു പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഒന്നുമില്ല, ഒരു മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസം. അത് കരളിൽ ബാധിക്കുകയും വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്ത സമയത്ത് മജ്‌ലിസിലേക്കാണ് അവർ ആദ്യം വിളിച്ചത്. നമ്മൾ പറഞ്ഞത് കുറച്ച് മന്ത്രിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പറയാണ്, എല്ലാ മജ്‌ലിസിലും പങ്കെടുക്കുന്നതാണ്, എല്ലാ മജ്‌ലിസിലും ഒരുക്കുന്നതാണ്, നമ്മൾ ദുആ ചെയ്യണം. ഇപ്പോഴും കേൾക്കുന്നുണ്ടാകും, ആ സഹോദരി കേൾക്കുന്നുണ്ടാകും, പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടാകും. മജ്‌ലിസിൽ പങ്കെടുക്കണമെന്നൊരു വസിയത്ത് കൊടുത്ത് മഹാനായ ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതാൻ പറഞ്ഞു, നേർച്ച വെക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ അവർ സന്തോഷം അറിയിച്ചിരുന്നു. പ്രയാസമൊന്നുമില്ല, ഡിസ്ചാർജ് ആയിട്ടുണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തേണ് കാരണം? എന്താണ്? മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്‌ലിസല്ലേ, വലിയ മഹത്വമുള്ള മജ്‌ലിസല്ലേ, ദിക്റുകൾ ചൊല്ലുന്ന മജ്‌ലിസല്ലേ, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മജ്‌ലിസല്ലേ. എങ്ങനെയാണ് ഉത്തരം കിട്ടാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് റബ്ബിന്റെ അടുത്ത് നിന്ന് ഉത്തരം കിട്ടാതിരിക്കുക? അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ, മജ്‌ലിസിനെ നീ കബൂലാക്കണല്ലോ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, ഉടനെ നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കാം. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا فقر الدين والسلواري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما دبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മർ റഹീമീനായ തമ്പുരാനേ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവിനെ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ട് ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്, നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്, ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്, ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്, ഖബറിൽ നൽകണം അല്ലാഹ്, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ് യാ ഖയ്യൂം, 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 യാ ഹയ്യ് യാ ഖയ്യൂം. അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, അല്ലാഹുവേ, നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ, വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണമല്ലോ, ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലോ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി
الجلال والإكرام اتنا على دين الإسلام يا ذا 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 الجلال والإكرام أمتنا على دين الإسلام الرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
അദീം. അർഹമർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്‌ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. തങ്ങളെ, ഞാൻ ഒരുപാട് പ്രയാസങ്ങളും അസുഖത്തെ തുടർന്ന് കിടപ്പിലാണ്. കാലിനും തലക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. മാറാൻ, വീട് പണി പൂർത്തിയാകാൻ പ്രത്യേകമായി ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ. ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണമല്ലോ. അസുഖങ്ങൾക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും അതിനുള്ള സമ്പത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണമല്ലോ. മഹത്തുക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ലോകത്തും വിജയം കിട്ടാൻ ഞങ്ങളുപ്പാ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ, മഹാന്മാരായ മഹത്തുക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ലോകത്ത് നീ വിജയം കൊടുക്കണമല്ലോ. ഉന്നതമായിട്ടുള്ള വിജയം കൊടുക്കണമല്ലോ. എല്ലാ പ്രതിസന്ധിയും മാറി ഖൈറായ ജീവിതം കിട്ടാൻ ഞങ്ങളിപ്പാ പ്രത്യേകമായി ദുആ ചെയ്യണേ. എല്ലാ പ്രതിസന്ധിയും നീ മാറ്റി കൊടുക്കണമല്ലോ. ഖൈറായ ജീവിതം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. തങ്ങളെ ശരീരത്തിലെ ചൊറിച്ചിൽ മാറാൻ ദുആ ചെയ്യണേ. ഞാൻ കുടിക്കുന്ന മരുന്നിന് വലിയ ഫലം കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ, എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണമല്ലോ. ആ രോഗത്തിന് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. അവര് കഴിക്കുന്ന മരുന്നിൽ വലിയ ശിഫ കൊടുക്കണമല്ലോ. വലിയ ശിഫ കൊടുക്കണമല്ലോ. മരണം ഖൈറാകുമ്പോൾ ഈമാനോടുകൂടിയുള്ള നല്ല മരണം കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള നല്ല മരണം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. ചുമയും കഫക്കെട്ടും തുടങ്ങിയിട്ട് 2 ആഴ്ചയായി എത്രയും പെട്ടെന്ന് ശിഫയാവാൻ ഞങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ, പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. മക്കളുടെ ജോലി സ്ഥലത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ, മക്കളുടെ ജോലി സ്ഥലത്ത് സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണമല്ലോ. വീടും സ്ഥലവും ഉണ്ടാവാൻ ഞങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണം. അല്ലാഹു വീടും സ്ഥലവും എത്രയും പെട്ടെന്ന് അല്ലാഹുവേ അതിനുള്ള സമ്പത്തും ആരോഗ്യവും നീ എത്തിച്ചു കൊടുക്കണമല്ലോ. വീടും സ്ഥലവും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഒരു വീട് ഖൈറായ ഒരു വീട് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണയിച്ചു കൊടുക്കണമല്ലോ. എല്ലാ മുറാദും ഹാസിലാവാൻ ദുആ ചെയ്യണേ. എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണമല്ലോ. മക്കളെയും മരുമകനെയും പേരക്കുട്ടികളെയും പുത്തനാശയത്തിൽ പെടാതിരിക്കാൻ അതിൽ സംരക്ഷണം ഉണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹു വലിയ സംരക്ഷണം കൊടുക്കണമല്ലോ. കൊച്ചുമോന് ഖൈറായ ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ. ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണമല്ലോ. മകന്റെ ഖൈറായ ജോലിയും സൽ സ്വഭാവവും ഉണ്ടാവാൻ സ്വാലിഹീങ്ങളായി വളരാൻ ഞങ്ങളിപ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹു മകന്റെ ഖൈറായ ജോലി പ്രദാനം ചെയ്യണമല്ലോ. സ്വാലിഹീങ്ങൾ ചേർക്കണേ തമ്പുരാനെ. ഞങ്ങളിപ്പോൾ കടം
കടം വിടാൻ ദുആ ചെയ്യണേ. വാടക വീട്ടിലാണ്, വാടക കൊടുക്കാനുള്ള വഴി തുറന്നു കിട്ടാനും കടം വിടാൻ തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം. ഉസ്താദേ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ദുആ ചെയ്യണം. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് ഒരുപാട് പ്രയാസത്തിലാണ് തങ്ങളുപ്പാ, പ്രത്യേകമായി ദുആ ചെയ്യണേ. പ്രയാസം നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് തങ്ങളുപ്പാ മോൻക്ക് ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് തലവേദന മാറാൻ ദുആ ചെയ്യണേ. നല്ല പഠിപ്പുണ്ടാവാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മോൻ ഡിഗ്രി മാർക്കോടുകൂടി പാസ്സാവാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ല മാർക്കോടുകൂടി നല്ല വിജയം കൊടുക്കണം. അല്ലാഹ് കടമുണ്ട് വീടാൻ ദുആ ചെയ്യണേ. മക്കളെ രോഗം മാറാൻ കടം വിടാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും ശ്വാസം മുട്ട് മാറാൻ ദുആ ചെയ്യണേ. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ. ഞങ്ങളെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറാൻ ദുആ ചെയ്യണേ. മകൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാവാൻ നല്ല സാലറി കിട്ടാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും ഉസ്താദേ, എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യൻ്റാണ്, ശിഫ കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ പൊന്നാര പൊന്നുമ്മാക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം. അല്ലാഹ് ഭർത്താവിൻ്റെ വിസ കിട്ടാൻ ദുആ ചെയ്യണേ. ഞങ്ങളുപ്പാ എൻ്റെ പിത്തസഞ്ചി 3 കല്ലുണ്ട്, അത് സർജറി ഇല്ലാതെ പോവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ സർജറി ഇല്ലാതെ കീറി മുറിക്കാതെ അല്ലാഹുവേ അത്രയും പെട്ടെന്ന് നീ ശിഫ കൊടുക്കണം. അല്ലാഹ് ഹസിലാവാൻ ദുആ ചെയ്യണം. ഞങ്ങളെ ദുബായിൽ പോയിട്ട് പണിയെടുത്ത സാലറി മുതലാളി കൊടുത്തിട്ടില്ല, അത് എത്രയും പെട്ടെന്ന് കിട്ടാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണം. അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം. അല്ലാഹ് നീ പൂർണ്ണീച്ചു കൊടുക്കണം. അല്ലാഹ് അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണം. അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട്. അല്ലാഹു നീ നിറവേറ്റി കൊടുക്കണം. അല്ലാഹ് നീ നിറവേറ്റി കൊടുക്കണം. അല്ലാഹ് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجنايا ملك الجبار يا مالك الملوك يا الله. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം
ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട്. അല്ലാ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട്. അല്ലാ എൻ്റെ സഹോദരന്മാരുണ്ട്. അല്ലാ മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ സങ്കടം പറഞ്ഞവരുണ്ട്. അല്ലാ മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാ നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്. ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്. നീ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്. അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്. അവരെ നീ കൊയക്കല്ല അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിനൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്.
വാപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണല്ലോ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ്. ഉപ്പ ഇന്ന് ഖബറിലാണ്. തമ്പുരാനെ, ഉപ്പാക്ക് പുറത്തു കൊടുക്കണല്ലോ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ റഹ്മാൻ റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ റഹ്മാൻ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.